എന്തുകൊണ്ടാണ് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ശ്രദ്ധിച്ചിരുന്ന് വീഡിയോ കാണുക. ഓക്കെ, തെർമിക് എഫക്ട്സ് ഓഫ് ഫുഡിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അതായത് തെർമിക് എഫക്ട്സ് ഓഫ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റായി ബോഡിയിലേക്ക് എത്തിക്കാൻ ബോഡി എടുക്കുന്ന എനർജിയാണ് തെർമിക് എഫക്ട്സ് ഓഫ് ഫുഡ്. അത് പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ. അതായത് 30% എനർജി വേണം നമ്മൾ ഏതെങ്കിലും പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ അത് ഡൈജസ്റ്റായി ബോഡിയിലേക്ക് എത്തിക്കാൻ. അതേസമയം കാർബോഹൈഡ്രേറ്റ്സിന് 5 to 10% എനർജി മതി, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഫാറ്റ് പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അബ്സോർവ് ആവും. സോ ഒരു 2000 കാലറി ഡയറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 30% നിങ്ങൾ പ്രോട്ടീനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അതായത് 150 ഗ്രാം പ്രോട്ടീനാണ് നിങ്ങൾ ഡെയിലി കഴിക്കുന്നത്. സോ അത് അപ്രോക്സിമേറ്റ്ലി 600 കാലറീസ് വരുമെന്നിരിക്കട്ടെ. അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് ആകുറേറ്റില്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ 2000 കാലറിക്കകത്ത് 600 കാലറി നിങ്ങൾ പ്രോട്ടീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാലറി എന്ന് പറയുന്നത് 150 to 200 കാലറി ആയിരിക്കും അപ്രോക്സിമേറ്റ്. അപ്പോൾ ബലത്തിൽ നിങ്ങൾ ഏകദേശം 1800 കാലറി കഴിക്കുന്ന ഫീലേ കിട്ടത്തുള്ളൂ. ബിക്കോസ് ഈ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ 200 കാലറിയോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ബോഡിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം നിങ്ങൾ പ്രോട്ടീനാണ് കൂടുതൽ കഴിക്കുന്നത്. സോ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ തെർമിക് എഫക്ട്സ് ഓഫ് ഫുഡ് കൂടുതലാണ്.